കേരളം പുതിയ ഭരണകൂടത്തിനായി കാത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാറുണ്ടെങ്കിലും ഇത്തവണത്തേത് 9 ദിവസത്തെ കാത്തിരിപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന പേര് VD സതീശൻ്റേതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് ഇത്രയും ജനപിന്തുണ നേടിക്കൊടുത്തത്. സഭയ്ക്കകത്തും പുറത്തും കൃത്യമായ പാഠങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകൾ സഹിതം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പാരമ്പര്യ രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മാറി കുറച്ചുകൂടി ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ വിഷയങ്ങളെ സമീപിക്കുന്ന നേതാവാണ് അദ്ദേഹം. പ്രളയകാലത്തും മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് പുനർജനി പോലുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ഭരണ പാടവത്തിൻ്റെ ഉദാഹരണമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ VD സതീശന് വേണ്ടി ഉയരുന്ന വാദങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിന് ഇപ്പോൾ വേണ്ടത് ഇത്തരമൊരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാവിനെയാണ് എന്നതാണ് പൊതുവായുള്ള അഭിപ്രായം. അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും അദ്ദേഹം പുലർത്തുന്ന വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. വികസനവും സാമൂഹിക നീതിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ പക്വതയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസാര ശൈലിയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നു. 9 ദിവസം പിന്നിടുമ്പോഴും സതീശൻ്റെ പേര് ചർച്ചകളിൽ സജീവമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ ഹൈക്കമാൻഡും മുന്നണിയും ഏറ്റെടുത്തതാണെങ്കിലും ജനവികാരം VD സതീശന് അനുകൂലമായി മാറുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ജനതാൽപര്യം ഭരണ നേതൃത്വത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.